അംഗൻവാടിയിലിരുന്ന് എഴുതുന്ന സമയത്തെ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബഹളം മയിലുകളുടെ. അപ്പോൾ അത് ഒന്ന് നോക്കാം, പറ്റിയ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വന്നതാണ്. പെരുത്ത കാടാ, എന്നെ വല്ല കാട്ടുമൃഗങ്ങളും പൊക്കിക്കൊണ്ട് പോകുമോ? കാണാനില്ലല്ലോ. കുരിശും തൊട്ടി. പേടി. കൊതുകാണെങ്കിൽ പൊക്കിക്കൊണ്ട് പോകും. ഇവിടുന്നാണ് ഒരു ബഹളം വെച്ചാൽ. ഇങ്ങോട്ടൊക്കെ കയറിപ്പോകാൻ എനിക്ക് പേടിയാണ്. അയ്യോ, ഉറച്ചു പോയി. ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ? പേടിച്ചു പോയി. കണ്ടോ, പറന്നു പോണുണ്ടോ? രണ്ടെണ്ണുള്ളൂ. രണ്ടും ഭയങ്കര ബഹളമായിരുന്നു. വേറെ കൂട്ടക്കാരൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അതിൽ പോകുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? അതെ, അടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ കയറി വരുന്നത്. വഴി ആ കാണുന്നതാണ്, പക്ഷെ നമുക്ക് ഇതിലേക്ക് കയറേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. ഇരിക്കാൻ നല്ല സെറ്റപ്പ് ഒരു പാറയൊക്കെ ഉണ്ടല്ലോ. അവിടെയാണ് അച്ഛൻ തപസ്സിരുന്ന ഗുഹ. അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. ഗുഹയ്ക്കകത്ത് വല്ല മൃഗങ്ങളും ഉണ്ടെങ്കിൽ ചാടി വീണാലോ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. ഇതിപ്പോൾ ഒരു പാറ, നല്ല നിരന്ന പാറ. ഇപ്പോൾ വഴുക്കലൊന്നും സംഭവിച്ചില്ല, മഴ ഇപ്പോൾ പെയ്തല്ലോ. പോവാം. മയിലിനെ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അംഗൻവാടി ചെന്നിട്ട് വീഡിയോ ഇവിടെ നോക്കാം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകളാൽ ഞാൻ കണ്ടു. അത് മൊബൈലിൽ തെളിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ. കാടാണ്, കാട്. ഒരു പൂവ് ഏതാ കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് കണ്ട, നല്ല വെളുത്ത പൂക്കൾ. ഒരു മൈക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇതേവരെ നടന്നില്ല. അമ്മേ, കൊതുക്. കുരിശും തൊട്ടി. മരത്തിൻ്റെ മുകളിലേക്കാ. അയ്യോ, ഇതിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോഴേ പേടിയുണ്ട്. ആ മരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ മയിൽ അത്ര മുകളിലേക്കൊക്കെ പറക്കുമോ? ഒരുപാട് ഉറക്കെ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റണില്ല. എൻ്റെ ഈ ചെറിയ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല. നമ്മൾ റോഡിൽ ചാടി. മയിൽ മരത്തിൻ്റെ മുകളിലിരിക്കുന്നുണ്ട്. എങ്ങനെ കാണിച്ചു തരാൻ പറ്റും? അവിടെ ഇരിക്കുന്നുണ്ട്. അത് പറന്ന് താഴേക്ക് ഇറങ്ങണത്. പറക്കണം. ഇല്ല, അപ്പുറത്തേക്ക് മരത്തേലേക്ക് ചാടിപ്പോയേ ഉള്ളൂ. ഒറ്റ ചാട്ടം. അപ്പം ശരി.